നമസ്കാരം. ഇന്ന് കാട്ടാന ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് മലയാളികൾ. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ നിന്ന് നിരന്തരം അത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ നിരവധി കൊലയാളി ആനകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് നാട്ടാനകളായാലും കാട്ടാനകളായാലും. എങ്കിൽ മനുഷ്യനെ ഭക്ഷിച്ചിരുന്നതായി അല്ലെങ്കിൽ നരഭോജിയായി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ആനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ ആനയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഖെദ്ദ എന്ന ആനപിടുത്ത രീതി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ജോർജ് പി സാൻഡേഴ്സൺ എന്ന സായിപ്പായിരുന്നു. ഒരു കൂട്ടം ആനകളെ ഒരുമിച്ച് പിടിക്കുന്ന രീതിയാണ് ഖെദ്ദ. ഇങ്ങനെ പിടികൂടുന്ന ആനകളെ പിന്നീട് ലേലത്തിൽ വയ്ക്കുമായിരുന്നു. ഇത്തരത്തിൽ നല്ല തലപ്പൊക്കമുള്ള വണ്ണവും ഓജസ്സുമുള്ള ഒരു ആനയെ സായിപ്പിനും സംഘത്തിനും ഒരിക്കൽ കിട്ടുന്നു. എന്നാൽ ഈ ആനയെ ലേലത്തിൽ ആരും വിളിച്ചെടുത്തില്ല. ഈ ആനയുടെ വാലിൽ എന്തോ ചെറിയ ലക്ഷണപ്പിശകുണ്ടായിരുന്നു. അതും അന്നത്തെ ആനപ്രേമികൾ വളരെ അശുഭകരമെന്ന് കണക്കാക്കിയിരുന്ന ഒരു അവലക്ഷണം. അതുകൊണ്ട് തന്നെ ഇവനെ ആരും എടുത്തില്ല. എന്നാൽ അങ്ങനെ യാതൊരു അന്ധവിശ്വാസവും ഏശിയിട്ടില്ലാതിരുന്ന മദ്രാസ് ഗവൺമെൻറ് ഈ ആനയെ വിലക്കെടുത്തു. അവർക്ക് അതിനെക്കൊണ്ട് നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പീരങ്കികൾ ചുമന്ന് നീക്കുക, തടി പിടിക്കുക എന്നിങ്ങനെ പലതും. അതിനു പുറമെ ആനപ്പുറത്തേറി കടുവയും മറ്റും വേട്ടയാടുന്ന ഗെയിം ഹണ്ടിങ് എന്ന വിനോദത്തിനും മല്ലനായ ഈ ആനയെക്കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ആനയെ സ്വന്തമാക്കി. അതിന് പിയർ ബക്സ് എന്ന് പേരുമിട്ടു. കാണാൻ ഭീമാകാരനായിരുന്നു എങ്കിലും ശാന്ത സ്വഭാവിയായിരുന്നു പിയർ ബക്സ്. ആദ്യത്തെ 6 വർഷങ്ങൾ പിയർ ബക്സ് തൻ്റെ ഈ ശാന്തപ്രകൃതത്തോടു കൂടി തന്നെ മദ്രാസ് ഗവൺമെൻറ്റിനു വേണ്ടി ജോലി ചെയ്തു. ഇതിൻ്റെ പ്രധാന കാരണം തൻ്റെ ഒന്നാം പാപ്പാനോട് അവനുണ്ടായിരുന്ന ആത്മബന്ധമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഒന്നാം പാപ്പൻ പിയർ ബക്സിനെയും അതുവരെ നോക്കിയിരുന്നത്. അങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന ഒന്നാം പാപ്പാനെ സാൻഡേഴ്സൺ സായിപ്പ് എന്തോ അത്യാവശ്യത്തിന് തന്നോടൊപ്പം അസമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതോടെ പിയർ ബക്സിൻ്റെ പരിചരണ ചുമതല രണ്ടാം പാപ്പൻ്റെ ചുമതലയായി. നിസ്സാരമായ അനുസരണക്കേടിന് പോലും പിയർ ബക്സിനെ ചങ്ങലക്കിട്ട് പൊതിരെ തല്ലി തൊലി പൊട്ടിക്കുന്ന ക്രൂരനായിരുന്നു രണ്ടാം പാപ്പൻ. അവൻ്റെ മർമ്മസ്ഥാനങ്ങളിൽ അയാൾ തോട്ടി കൊളുത്തി വലിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച അവൻ എങ്ങനെയൊക്കെ ഇത് സഹിച്ചു. ഒടുവിൽ പീഡനങ്ങൾ അതിരുകടന്ന ഒരു ദിവസം പിയർ ബക്സ് തൻ്റെ ചങ്ങല പൊട്ടിച്ച് രണ്ടാം പാപ്പനെയും കൊന്ന് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. വിരണ്ടോടുന്ന ഒരു കൊലകൊമ്പൻ പുറത്തിറങ്ങിയെന്ന വാർത്ത നിമിഷങ്ങൾക്കകം സമീപ ഗ്രാമങ്ങളിലെല്ലാം തന്നെ എത്തി. എങ്കിലും ആളുകൾ ഈ വിവരം അറിയുന്നതിന് മുൻപ് പിയർ ബക്സ് തൊട്ടടുത്തുള്ള ഒരു കവലിലെത്തിയിരുന്നു. ആഴ്ചച്ചന്ത നടക്കുന്ന ദിവസമായിരുന്നു അത്. ജനത്തിരക്കുള്ള ആ ചന്ത വെറും 1/2 മണിക്കൂർ നേരം കൊണ്ട് പിയർ ബക്സ് പൊളിച്ചടുക്കി. കണ്ണിൽ കണ്ടതെല്ലാം അവൻ കുത്തിമലർത്തി. അവിടെ കെട്ടിയിരുന്ന കാളകളെ ഒരെണ്ണത്തിനെ പോലും വിടാതെ പിയർ ബക്സ് കൊന്നൊടുക്കി. 3 പണിക്കാരെയും അവൻ കൊമ്പിന് കുത്തിമലർത്തി. 3 ആളെയും കൊന്നു കഴിഞ്ഞപ്പോൾ ഇവരെയെല്ലാം ഒന്നിച്ച് ചവിട്ടി അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയ ശേഷം അതിൽ നിന്ന് ഒരു കഷ്ണം വലിച്ചു പറിച്ചെടുത്ത് വായിലിട്ടു ചവച്ചു. പിയർ ബക്സ് തിന്നുകളയുകയല്ല, ചവയ്ക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അവിടെ തടിച്ചുകൂടിയവർക്ക് പിയർ ബക്സ് ആളുകളെ ഭക്ഷിക്കുന്നതായാണ് തോന്നിയത്. അന്ന് അവന് വീണ ഇരട്ടപ്പേരാണ് നരഭോജി ആന എന്നത്. പക്ഷേ പിയർ ബക്സ് ഒരിക്കലും ഒരു നരഭോജി ആയിരുന്നില്ല. പിയർ ബക്സ് എന്നല്ല, ഒരു ആനയ്ക്കും ഒരിക്കലും മാംസബുക്കാകാൻ സാധിക്കില്ല. അപൂർവം ചില അവസരങ്ങളിൽ ചില ആനകൾ ഇവിടെ പിയർ ബക്സ് ചെയ്തതുപോലെ കൊല്ലുന്നയാളിൻ്റെ കയ്യോ കാലോ വലിച്ചൂരിയെടുത്ത് വായിലിട്ട് ചവയ്ക്കുന്ന സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ ദേഷ്യത്തിൻ്റെ പ്രകടനം മാത്രമാണ്. ഭക്ഷിക്കുകയല്ല, ചുമ്മാ ചവയ്ക്കുക മാത്രമാണ് ആ അവസരത്തിൽ തങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആനകൾ ചെയ്യുന്നത്. അങ്ങാടിയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പലപ്പോഴായി പല ആദിവാസി കുടികളും അവൻ്റെ ആക്രമണത്തിന് ഇരയായി. കുട്ടികളും സ്ത്രീകളും അടക്കം പലരെയും അവൻ കൊന്നുകളഞ്ഞു. പിയർ ബക്സിൻ്റെ ആക്രമണങ്ങൾക്ക് കൃത്യമായ ഒരു പാറ്റേൺ കണ്ടെത്തുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും സാധിച്ചില്ല. അതിനു കാരണം അവൻ്റെ ആക്രമണങ്ങളിൽ അപ്രവചനീയത തന്നെയായിരുന്നു. ഇന്ന് ഗ്രാമത്തിൽ പിയർ ബക്സിൻ്റെ ആക്രമണം ഉണ്ടായാൽ 2 ആഴ്ച കഴിഞ്ഞ് അതുമായി യാതൊരു ബന്ധവുമില്ലാതെ 10-40 കിലോമീറ്റർ അകലെ കിടക്കുന്ന മറ്റൊരു ആദിവാസി ഊരിലായിരിക്കും അവൻ്റെ അടുത്ത ആക്രമണം നടക്കുക. അങ്ങനെ വന്നപ്പോഴേക്കും പിയർ ബക്സ് എന്ന നരഭോജി ആനയുടെ അടുത്ത ആക്രമണം ഏത് ഭാഗത്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തിട്ടവുമില്ലാതെ വന്നു.
നല്ല ബുദ്ധിയും അനുസരണയുമുള്ള ഒരു ആന എന്ന സൽപ്പേര് അവന് ഭരണാധികാരികൾക്കിടയിൽ കഴിഞ്ഞ 6 വർഷക്കാലവും ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ കൊല്ലുവാനുള്ള ഉത്തരവ് മദ്രാസ് ഗവൺമെൻറ് ഇറക്കിയിരുന്നില്ല. ജീവനോടെ തിരിച്ചു പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് അവർ കരുതി. എന്നാൽ വയനാട് കളക്ടറുടെ സഹായിയെ ചവിട്ടിക്കുന്നതോടുകൂടി മദ്രാസ് ഗവൺമെൻറ് ആനയെ കൊല്ലാൻ ഉത്തരവിറക്കി. നായാട്ട് പ്രമുഖരായ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ, ഫൈറ്റർ ആനകൾ ഇവരൊക്കെ ഒരു കൈ നോക്കിയെങ്കിലും പീർബക്സിനെ നേരിൽ കണ്ടപ്പോൾ എല്ലാവരും പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ ആകെ നിസ്സഹായരായപ്പോഴാണ് വില്യം ഗോൾഡൻ കുമ്മിങ് എന്ന വേട്ടക്കാരൻ തൻ്റെ ശിങ്കിടി യെല്ലുവുമായി അവിടെ എത്തിപ്പെടുന്നത്. ഏറെ പ്രസിദ്ധനും അതീവ ബുദ്ധിമാനുമായിരുന്ന ഒരു വേട്ടക്കാരനായിരുന്നു കുമ്മിങ്. പീർബക്സിനെ പിന്തുടർന്ന് വന്ന അവർ വിശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന് ഒരു ആന പയ്യെ നടന്ന് ഇവർക്ക് മുന്നിലെത്തുന്നു. ഇത് ഇവർ തേടി നടന്നിരുന്ന പീർബക്സ് ആയിരുന്നു. ക്ഷീണിതനായിരുന്ന പീർബക്സിനെ കുമ്മിങ് വെടിവെച്ചു കൊന്നു. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മനുഷ്യൻ്റെ ക്രൂരത സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മാത്രമാണ് എല്ലാ കൊലയാളി ആനകളും ഉണ്ടായിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.